ഹായ്, നമ്മൾ ലാസ്റ്റ് ഡേ ജേർണൽ ചെയ്തതിൽ ഒരു സോളാർ സിസ്റ്റം ഉണ്ടാക്കിയില്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്തുള്ള ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമ്മുടെ പേജിൻ്റെ വിട്ടില്ലേ, അതായത് ആ ഒരു ലെങ്ത്തിൽ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള അത്രയും ചാർട്ട് പേപ്പേഴ്സാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ പോർഷനിൽ നോക്കിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് നമ്മുടെ ഈ കോമ്പസ് വെച്ചിട്ട് തന്നെ ചെറിയൊരു ഹോൾ കൊടുക്കുന്നുണ്ട്, കാരണം എനിക്കതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഓരോ പീസിലും ഓരോ ലെങ്ത്തിലുള്ള അല്ലെങ്കിൽ ഓരോ സൈസിലുള്ള സർക്കിൾസാണ് വരയ്ക്കുന്നത്. ആൻഡ് ആ സർക്കിൾസൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ലൈക്ക് ഓരോന്നും, അതായത് നമ്മൾ സർക്കിൾസ് വരയ്ക്കുമ്പോൾ ചെറുതെന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ അങ്ങനൊരു പാറ്റേണിൽ വരയ്ക്കാൻ നോക്കുക. ആൻഡ് ദെൻ നമുക്ക് കുറച്ച് പ്ലാനറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ കറക്റ്റ് നമ്പർ ഓഫ് പ്ലാനറ്റ്സ് ഒന്നുമല്ല വരയ്ക്കുന്നത്. ഞാൻ എൻ്റെ ഉണ്ടായിട്ടുള്ള ചാർട്ട് പേപ്പറിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഞാൻ ഈ പ്ലാനറ്റ്സ് വരയ്ക്കുന്നത്. ആൻഡ് ഒരു സൺ പോലെയും വരയ്ക്കുന്നുണ്ട്. സോ അതിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാനറ്റ്സിനെയാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ആൻഡ് ദെൻ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ഈ ശനിയുടെയൊക്കെ കുറച്ചും കൂടെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കത് സോളാർ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാവാൻ കുറച്ചുകൂടി ഈസി ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ആൻഡ് ദെൻ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എങ്ങനെയാണ് ഏതൊരു പാറ്റേണിലാണ് വെക്കേണ്ടതെന്ന് അറിയാൻ. സോ ഫസ്റ്റ് നമ്മൾ സൺ വയ്ക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചാർട്ട് പേപ്പർ, ദെൻ അതിൻ്റെ മുകളിൽ ഇനിയൊരു ചാർട്ട് പേപ്പർ വയ്ക്കുക, ആൻഡ് ഒരു പ്ലാനറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനേക്കാളും വലിയൊരു റൗണ്ടിലുള്ള ചാർട്ട് പേപ്പർ വയ്ക്കുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. സോ നമ്മളത് എങ്ങനെയാണ് ജേർണലിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട പൊസിഷനിൽ നമ്മൾ ആദ്യം സണ്ണിനെ ഒട്ടിക്കുക. ആൻഡ് അത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ചാർട്ട് പേപ്പർ, അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സർക്കിളിലുള്ള ചാർട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനേക്കാളും വലുതിൽ നമ്മളൊരു സർക്കിൾ എടുത്തിട്ടില്ലേ, അതായത് ഏറ്റവും ചെറുതിൻ്റെ ഇച്ചിരി വലിയ സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ആ ഒരു നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ എഡ്ജസിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു പ്ലാനറ്റ് വയ്ക്കാം. എന്താ നമ്മൾ അതിനേക്കാളും വലിയ ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ടുള്ള ചാർട്ട് പേപ്പർ എടുത്ത് വയ്ക്കുന്നു. ആൻഡ് അതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, കാരണം എല്ലാ പ്ലാനറ്റും കാണുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവാം. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു ഞാൻ സ്റ്റിക്ക് ചെയ്ത് തന്നപ്പോൾ കുറച്ച് എക്സ്ട്രാ പോർഷൻസ് ഉണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സൈഡിൽ ഗ്ലൂ കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി നമ്മുടെ എല്ലാ സർക്കിൾസും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു എൻഡ്, അതായത് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കയറി നിൽക്കുന്ന ആ എൻഡിലെ അതൊന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ജേർണലിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട്